സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നിവയുടെ ഭാഗമായി കർശന പരിശോധനകൾ തുടങ്ങിയതോടെ ലഹരിമാഫിയ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത്. പുസ്തകങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് കുറിയർ കമ്പനികൾ വഴിയാണ് ഇപ്പോൾ ലഹരിമരുന്ന് കടത്തുന്നത്. ആളില്ലാത്ത വീടുകളുടെയും അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളുടെയും വിലാസത്തിലാണ് പാഴ്സലുകൾ എത്തുന്നത്. അയക്കുന്നതും കൈപ്പറ്റുന്നതും ഒരേ വ്യക്തിയാകുന്നതും ഇതര സംസ്ഥാനക്കാരുടെ പേരിലുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിക്കുന്നതും അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നു. ഇതിനിടെ കൊല്ലത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഡാൻസാഫ് സംഘത്തിൽ വനിതാ പോലീസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധനകൾക്കിടെ വീടുകളിൽ നേരിടേണ്ടിവരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. നിലവിൽ 5 പേരടങ്ങുന്ന സംഘമാണ് ഡിവൈഎസ്പിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ ലഹരിയൊഴുക്ക് തടയുന്നതിനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെയും പോലീസ് മേധാവികളുടെ ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.